ഹേ എവ്രി വൺ, നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് 2026 റെനോ ഡസ്റ്ററിനെയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2012 ഡസ്റ്റർ ആദ്യമായി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത്. ആൻഡ് ഇന്ത്യൻ മാർക്കറ്റിൽ ആ ഒരു മിഡ് സൈസ് SUV സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഡസ്റ്ററിന്റെ വരവോട് കൂടിയാണെന്ന് പറയാം. ആൻഡ് അതുകൊണ്ട് തന്നെ റെനോ ഈ 2026 ഈ ഡസ്റ്ററുമായി വരുമ്പോൾ ദേ ആർ കമ്മിങ് വിത്ത് എ #, ഡസ്റ്റർ സെഗ്മെന്റ് ഇസ് ബാക്ക്. പഴയ ഡസ്റ്റർ അതിന്റെ ഒരു റൈഡ് ക്വാളിറ്റി കൊണ്ടും ആ ഒരു ഗോ എനിവെയർ ആറ്റിറ്റ്യൂഡ് കൊണ്ടും നമ്മളെ ഒരുപാട് വിസ്മയിപ്പിച്ചതാണ്. ഈ പുതിയ ജനറേഷൻ ഡസ്റ്റർ വരുന്നത് റെനോ ഗ്രൂപ്പ് മോഡുലാർ പ്ലാറ്റ്ഫോമിലാണ്. ഇതിന്റെ 90% പാർട്സുകളും ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ഒരു കഴിഞ്ഞ 4-5 വർഷമായി ഇതിന്റെ സ്പൈ ഷോട്ട്സ് പലയിടത്തായി കണ്ടിട്ടുണ്ട്. സോ റെനോ ഇതിനെ എക്സ്റ്റെൻസീവ് ആയിട്ട് തന്നെ ഇന്ത്യയിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഈ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കാൻ പോവുകയാണ്. ഇതിന്റെ ഫീച്ചേഴ്സ്, ഡിസൈൻ, സേഫ്റ്റി എല്ലാം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കും. സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. വെൽക്കം ബാക്ക് ടു ഡ്രൈവോപ്പസ്. ഞാനിപ്പോൾ നിൽക്കുന്നത് റെനോയുടെ ട്രിവാൻഡ്രം ഷോറൂമിലാണ്. നിങ്ങൾക്ക് റെനോയുടെ വണ്ടികളോ ഡസ്റ്ററോ അല്ലെങ്കിൽ റെനോയുടെ ഏതെങ്കിലും വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനോ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കമന്റ്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. സോ ഡു ചെക്ക് ഔട്ട്. നമുക്കപ്പോൾ ഇതിന്റെ എക്സ്റ്റീരിയറിൽ നിന്ന് തന്നെ തുടങ്ങാം. ശരിക്കും ഒരു ബോൾഡ് ആൻഡ് റഗഡ് ലുക്കാണ് ഈ പുതിയ ഡസ്റ്ററിന് റെനോ കൊടുത്തിട്ടുള്ളത്. അതിന്റെ ഒരു ക്യാരക്ടർ ലൈൻസ് ഒന്ന് ശ്രദ്ധിച്ചേ. എനിക്കൊരു ടോപ്പ് വ്യൂ എന്നൊക്കെ നോക്കുമ്പോൾ ഒരു D എന്ന് എഴുതിയിരിക്കുന്ന പോലെയാണ് എനിക്കത് ഫീൽ ചെയ്തത്. ആ ഒരു ക്യാരക്ടർ ലൈൻ വണ്ടിക്ക് നല്ലൊരു ലുക്ക് കൊടുക്കുന്നുണ്ട്. അതിന്റെ തൊട്ട് താഴെ ഗ്രില്ലിൽ ഡസ്റ്റർ എന്ന ലോഗോ കൊടുത്തിട്ടുണ്ട്. ഹെഡ് ലാംപ്സ് ഒരു ഫുൾ LED ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. അതിന്റെ തൊട്ട് മുകളിലായിട്ട് നമുക്കൊരു LED DRLs വരുന്നുണ്ട്. DRL തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ താഴെയായിട്ട് നമുക്ക് ആ ബമ്പറിൽ ഒരു സ്കേർട്ട് ആണ് കൊടുത്തിട്ടുണ്ട്. ഒരു നൈസ് ടച്ച് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് സൈഡിലായിട്ട് നമുക്കൊരു എയർ കട്ടൺ ഉണ്ട്, എയർ ഫങ്ഷണൽ ഓൾസോ. അതിന്റെയും താഴെയായിട്ടാണ് നമുക്ക് ഫോഗ് ലാംപ്സ് വരുന്നത്. ഫോഗ് ലാംപ്സിന്റെ പൊസിഷനൊക്കെ ഒരു എക്സാക്ട് ശരിക്കും എവിടെയാണോ കൊടുക്കേണ്ടത് അവിടെയാണ് ഇതിന്റെ ലൈറ്റിംഗ്സും ഫോഗ് ലാംപ്സും ഒക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇനി സൈഡ് ലുക്കിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതിന്റെ ഒരു 18 ഇഞ്ച് അഡ്വഞ്ചർ ബ്ലാക്ക് അലോയ് വീൽസ് ആണ്. കൂടാതെ ഹിമാലയൻ ഇൻസ്പയർഡ് സൈഡ് എംബലിഷർ അതിനൊരു നൈസ് ടച്ച് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് റൂഫ് റെയിൽസ് ഒക്കെ ഫങ്ഷണൽ ആണ്. ഏകദേശം 50 kilograms നമുക്ക് ഇതിൽ ലോഡ് ചെയ്യാൻ പറ്റും. ഇതിന്റെ നീളം വരുന്നത് 4346 mm ആണ്. വീതി 1815 mm ആൻഡ് ഹൈറ്റ് 1703 mm ആണ്. ഇതിന്റെ വീൽ ബേസ് വരുന്നത് 2657 mm. സോ ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിൽ നല്ലൊരു സ്പേസ് പ്രതീക്ഷിക്കാം. ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 212 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. സെഗ്മെന്റിലെ തന്നെ മികച്ച അപ്രോച്ച് ആംഗിളും ഡിപ്പാർച്ച് ആംഗിളും ഇതിന് വരുന്നുണ്ട്. ഇനി റിയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഫുൾ LED കണക്റ്റഡ് ടെയിൽ ലാമ്പ് വരുന്നുണ്ട്. അതിന്റെ നടുക്കായിട്ട് റെനോയുടെ ലോഗോ ഉണ്ട്. തൊട്ട് താഴെയായിട്ട് നമുക്ക് ഡസ്റ്റർ എന്റെ ലോഗോയും ഉണ്ട്. നമുക്കൊരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട്. അതിന് താഴെയായി നമുക്ക് റിയർ വൈപ്പർ ഡിഫോഗർ ഒക്കെ വരുന്നുണ്ട്. ഇനി ഇതിന്റെ ബൂട്ട് നോക്കാം. നമുക്ക് ഇവിടെ ആയിട്ട് ഒരു പവർ ടൈൽ ഗേറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് ഒരു ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തനി ഓപ്പൺ ആവുന്നതായിരിക്കും. ഓക്കെ, സെഗ്മെന്റിൽ തന്നെ ഏറ്റവും മികച്ച 518 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ഇതിൽ വരുന്നത്. അത് വേണമെങ്കിൽ ഒരു 700 ലിറ്റേഴ്സ് വരെ ഉണ്ട്. ടോപ്പ് വരെ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബൂട്ടിനുള്ളിൽ ഒരു ലൈറ്റും സാധനങ്ങൾ തൂക്കിയിടാനുള്ള ഹുക്സും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബൂട്ട് ഫ്ലോറിന് താഴെയായിട്ട് ടയർ പഞ്ചർ കിറ്റും ടൂൾസ് വെക്കാനുള്ള സ്പേസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ക്ലോസ് ചെയ്യേണ്ടത്. സോ നമുക്കിനി അകത്തേക്ക് കയറാം. ഇതാണ് ഇതിന്റെ കീ ഫോബ്. വളരെ സ്ലിം ആയിട്ടുള്ള ഒരു കീ ഫോബാണ്. നമുക്കിനി അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറുമ്പോൾ തന്നെ ആ ഒരു വെൽക്കം ലോഗോ, ഒരു ഓപ്പൺ ആർ ലിങ്കിങ് എന്നൊക്കെ എഴുതിയ ഒരു വെൽക്കമിങ്, അത് വളരെ നൈസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വിച്ചസ് ഒക്കെ നല്ല ഫിനിഷിങ്ങോടെയാണ് റെനോ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് വിൻഡോ കൺട്രോൾസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ആൻഡ് ORVM കൺട്രോൾ ചെയ്യാനുള്ള ടോഗിൾസും കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബട്ടൺസ് കാണാം. അതിനകത്ത് എഞ്ചിൻ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ്, ഹെഡ്ലൈറ്റ് ലെവലർ, പാർക്കിംഗ് സ്വിച്ചസ്, പിന്നെ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ച്. തൊട്ട് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബോണറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ലെവറെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാണ് പെഡൽസ്. നമുക്ക് ഈ 10.25 ഇഞ്ചിന്റെ TFT ഡിസ്പ്ലേ വളരെ നല്ലൊരു ഡിസൈൻ ആൻഡ് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ളൊരു നല്ലൊരു കാണാനും നല്ല ഭംഗിയുള്ളൊരു ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത്. ഇതാണ് ഹോൺ സൗണ്ട്. ആൻഡ് നമുക്ക് ഇതിനകത്ത് ക്രൂസ് കൺട്രോളിന്റെ സ്വിച്ചസ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. ഒരു പാഡൽ ഷിഫ്റ്റർ വരുന്നുണ്ട്. ഇതാണ് ഇതിന്റെ വൈപ്പർ കൺട്രോൾസ്. റൈറ്റ് സൈഡിൽ നമുക്ക് ഹെഡ്ലൈറ്റ് ഇൻഡിക്കേറ്റർ കൺട്രോൾസ് ഒക്കെ വരുന്നുണ്ട്. മീഡിയ കൺട്രോൾസ് ഒക്കെ നമുക്ക് ഈ താഴെയാണ് വരുന്നത്. സ്റ്റിയറിംഗ് ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് അഡ്ജസ്റ്റ്മെന്റ് ഉള്ളതാണ്.
ഈ 10.1 ഇഞ്ച് മൾട്ടിമീഡിയ സിസ്റ്റം നമുക്കൊരു ഗൂഗിൾ ഇന്റഗ്രേറ്റഡ് സിസ്റ്റമാണ്. ഇതിനകത്ത് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആൻഡ് ആപ്പിൾ കാർപ്ലേ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കണക്ട് ചെയ്യണമെന്ന് ആവശ്യമില്ല. ഗൂഗിൾ ഇൻബിൽറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് എല്ലാം മാപ്പ് അങ്ങനെയുള്ള ആപ്പുകളെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിന്റെ AC കൺട്രോൾസ് വരുന്നതെല്ലാം ടോഗിൾ ബട്ടൺസ് ആണ്. ആൻഡ് ദേ ആർ ക്വൈറ്റ് ഫങ്ഷണൽ. ആൻഡ് ഡ്രൈവിംഗ് ചെയ്യുമ്പോഴൊക്കെ നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ് ചെയ്യാനൊക്കെ വളരെ കംഫർട്ടബിൾ ആണ്. ഒരു ലോക്ക് ബട്ടണും കൊടുത്തിട്ടുണ്ട്. സൈഡിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹസാർഡ് ലൈറ്റ് ഓൺ ചെയ്യണം ഒക്കെ എടുത്തിട്ടുണ്ട്. 2 Type-C പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 12 വാട്ട് ചാർജിങ് പോർട്ട്, വയർലെസ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഈസി ഷിഫ്റ്റർ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. ആൻഡ് പാർക്കിംഗ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ഈ സ്ലൈഡർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് 2 കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. അതൊരു നൈസ് ടച്ച് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ആംറസ്റ്റ് സ്ലൈഡബിൾ അല്ല, പക്ഷെ നമുക്ക് തുറന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സ്പേസ് അതിനകത്തും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഡ്രൈവർ സീറ്റ് സൺവൈസറിൽ നമുക്ക് അതിനകത്ത് മിറർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലൈറ്റും തനിയെ ഓൺ ആവുന്നതായിരിക്കും. ഈവൻ ലെഫ്റ്റ് സൈഡിലും സെയിം. നമുക്ക് സൺറൂഫ് തുറക്കാനായിട്ട് ഇവിടെ 2 സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് സൺറൂഫ് തുറക്കാനും ഒന്ന് അതിൻ്റെ ബ്ലൈൻഡ്സ് തുറക്കാനും അടയ്ക്കാനും വേണ്ടിയിട്ടാണ്. അത് ബ്ലൈൻഡ്സ് തുറക്കാനും അടയ്ക്കാനും ഒരു സ്വിച്ച് ആയിട്ട് കൊടുത്തത് എനിക്ക് ഒരു നൈസ് ടച്ച് ആയിട്ട് ഫീൽ ചെയ്തു. ഇതാണ് ഇതിൻ്റെ ലൈറ്റ്സ് വരുന്നത്. ഒരു സ്പോട്ട് ലൈറ്റ് കണക്ക് കൊടുത്തിട്ടുണ്ട്. ഫ്രെയിംലെസ് ആയിട്ടുള്ള ഓട്ടോ ഡിമ്മിങ് IRVയും അത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് ഭയങ്കര നൈസായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അനിമേഷൻസ് ഒക്കെ സ്മൂത്ത് ആയിട്ടാണ് റെനോ ഇതിനകത്ത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്കിനി റിയർ വ്യൂവിലെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഡോറിൻ്റെ വിൻഡോ സൈഡിലാണ് ഒരു ഡോർ ഹാൻഡിൽ വരുന്നത്. ഡോർ പാഡൊക്കെ അത്യാവശ്യം നല്ലൊരു നീറ്റായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. താഴെ ഒരു ബോട്ടിൽ ഹോൾഡിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ അതും ഉണ്ട്. പിന്നെ സ്പീക്കർ ഡോർ പാഡിലാണ് വരുന്നത്. സീറ്റൊക്കെ അത്യാവശ്യം നല്ലൊരു കംഫർട്ട് തരുന്നൊരു സീറ്റാണ്. കുറച്ച് അകത്തേക്കൊക്കെ കുഷൻ ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് സീറ്റാണ്. 3 സീറ്റ് ഹെഡ് റെസ്റ്റും അഡ്ജസ്റ്റബിൾ ആണ്. നമുക്കൊരു ആംറസ്റ്റ് വരുന്നുണ്ട്. ആംറസ്റ്റ് 2 കപ്പ് ഹോൾഡറും ഒരു മാഗസിൻ അല്ലെങ്കിൽ ഒരു ഫോണൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം 3 പേർക്കൊക്കെ സുഖമായിട്ട് ഇരുന്ന് പോകാനുള്ള സ്പേസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സെൻറ്ററിൽ നമുക്കൊരു AC വെന്റ് വരുന്നുണ്ട്. താഴെ 2 USB-C പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഈ ലെഗ് സ്പേസ് ഒക്കെ വളരെ വിശാലമായി ഇരുന്ന് പോകാൻ അത്രയും ഉള്ളൊരു ലെഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഐസോഫിക്സ് സീറ്റ് മൗണ്ട്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതൊരു 60-40 സ്പ്ലിറ്റ് ആണ്. നമുക്ക് റിയർ ഡോർ തുറന്ന് അവിടെ നിന്ന് തന്നെ നമുക്ക് പുൾ ചെയ്ത് സീറ്റ് താഴ്ത്തി ഇടാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടെ അധികം ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. പാസഞ്ചർ സൈഡ് സീറ്റ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ്മെന്റ് ഉള്ള ഒരു സീറ്റാണ്. അതായത് 6 വേ അഡ്ജസ്റ്റ്മെന്റ് ഉള്ള ഒരു സീറ്റാണ്. നമുക്ക് അകത്തേക്ക് കയറി ഒന്ന് ഇരുന്ന് നോക്കാം. ഡാഷ്ബോർഡിലൊരു ഹാർഡ് പ്ലാസ്റ്റിക്, അതിൻ്റെ താഴെയായി ഒരു കാർബൺ ഫൈബർ ഡിസൈൻ, അതിൻ്റെ താഴെയായി ഒരു സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ഫിനിഷാണ് വന്നത്. അതോടൊപ്പം ഒരു ഡസ്റ്റർ എന്ന് എഴുതിയ ഒരു എംബ്ലവും വണ്ടിക്ക് ഒരു പ്രീമിയം ടച്ച് ഇൻറ്റീരിയർ നൽകുന്നുണ്ട്. അകത്തിരിക്കാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്. ഇതിൻ്റെ ഗ്ലൗ ബോക്സ് നല്ല ആഴമുള്ളതാണ്. ധാരാളം സാധനങ്ങൾ ഇതിനകത്ത് വെക്കാൻ പറ്റും. അത് കൂടാതെ അതിനകത്തൊരു ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സേഫ്റ്റിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വേരിയന്റിലും 6 എയർ ബാഗ് സ്റ്റാൻഡേർഡായി വരുന്നു. ഏകദേശം 17 അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റന്റ് ഫീച്ചേഴ്സ് അഡാസ് വരുന്നുണ്ട്. സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ആയിട്ട് 35 സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചേഴ്സ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എൻജിൻ ഓപ്ഷനുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 3 ചോയ്സുകളാണ് ഇവിടെ ഉള്ളത്. ടർബോ TCE 160, ടർബോ TCE 100 ആൻഡ് ഒരു സ്ട്രോങ് ഹൈബ്രിഡ് E-Tech 160. സോ ഇതിലെ ഈ TCE 160 ഒരു 163 PS പവറും 280 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിലൊരു 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഒരു 6 സ്പീഡ് DCT ഗിയർ ബോക്സ് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഇനി TCE 100 വരുമ്പോൾ 100 PS പവറും 160 Nm ടോർക്കുമാണ് ഉള്ളത്. ഇതിലൊരു 6 സ്പീഡ് മാനുവൽ ആണ് വരുന്നത്. പിന്നെ ഉള്ളത് ഒരു സ്ട്രോങ് ഹൈബ്രിഡ് E-Tech 160 ആണ്. സോ അത് പിന്നീടായിരിക്കും ഇനി അതിനെ പറ്റിയുള്ള അനൗൺസ്മെന്റ് ഒക്കെ വരിക. സോ ഇതാണ് 3 എൻജിൻ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇതിൽ 3 നമുക്ക് 3 ഡ്രൈവിംഗ് മോഡ്സ് ഒക്കെ വരുന്നുണ്ട്. ഇക്കോ, കംഫർട്ട്, പേഴ്സോ എന്നിങ്ങനെ മൾട്ടി സെൻസ് ഡ്രൈവിംഗ് മോഡ്സ് ഇതിൽ കമ്പനി നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് റെനോയുടെ വണ്ടികളോ ഡസ്റ്ററോ അല്ലെങ്കിൽ റെനോയുടെ ഏതെങ്കിലും വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനോ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കമൻസിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. സോ ഡു ചെക്ക് ഔട്ട്. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ റെനോ ഡസ്റ്ററിനെ പറ്റിയുള്ള വിശേഷങ്ങൾ. ഫീച്ചർ കൊണ്ടും ഇതിന്റെ ലുക്ക് കൊണ്ടും ഒക്കെ ഒരു കംപ്ലീറ്റ് പാക്കേജ് തന്നെയാണെന്ന് നമുക്ക് പറയാം. ഈ വണ്ടി ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബുക്കിംഗ് ഇപ്പോൾ ആർപാസ് വഴിയാണ്. ആർപാസ് എന്നാൽ ഒരു 21,000 നിങ്ങൾ ആർപാസ് എടുത്തു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഇൻട്രൊഡക്ടറി പ്രൈസ് നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നതായിരിക്കും. പ്രയോറിറ്റി ഡെലിവറി കിട്ടും. കൂടാതെ ചെന്നൈയിലെ പ്ലാന്റിൽ വണ്ടി നിർമ്മിക്കുന്നത് നേരിട്ട് കാണാനുള്ള അവസരവും ലഭിക്കുന്നതായിരിക്കും. ഇതിന്റെ പ്രൈസ് ഒക്കെ മിഡ് മാർച്ച് 2026 ഒക്കെ ആകുമ്പോൾ അനൗൺസ് ചെയ്യുമായിരിക്കും. ടെസ്റ്റ് ഡ്രൈവും അപ്പോൾ തന്നെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ടർബോ മോഡലുകൾ ഏപ്രിൽ 2026 മുതലും ഹൈബ്രിഡ് മോഡലുകൾ ദീപാവലി സമയത്തായിരിക്കും എക്സ്പെക്ട് ചെയ്യുക. ആൻഡ് ഇതിന്റെ ടെസ്റ്റ് ഡ്രൈവ് വന്നാൽ ഉടൻ നമ്മൾ ചാനൽ ഒരു ഡ്രൈവ് വീഡിയോ കൂടി ഇൻക്ലൂഡ് ചെയ്തൊരു റിവ്യൂ ഇടുന്നതായിരിക്കും. സോ ഈ വണ്ടിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ്സിൽ പറയുക. അടുത്ത വീഡിയോയുമായി നമ്മൾ വരുന്നത് വരെ ഡ്രൈവ് സേഫ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. ബൈ.